എന്താണ് വസ്തുത എന്ന് പോലും അറിയാതെ ഇവർ ഇത്രയും കാലം ഈ വീട്ടിലാണ് താമസിച്ചിരുന്നത്, ഇന്നലെയാണ് ഇവരെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതെന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിൽ പൊതുമധ്യത്തിൽ ഒരു കുടുംബത്തെ മൊത്തം താറടിച്ച് ചിത്രീകരിക്കണം. സ്വന്തം മരുമക്കളെയും കുട്ടികളൊക്കെ ആട്ടി പുറത്താക്കിയ മനുഷ്യത്തില്ലാത്ത കുടുംബം എന്നൊക്കെയാണ് വാട്സപ്പ് ടെക്സ്റ്റ് മറ്റൊക്കെ ഇന്നലെ വായിക്കാൻ കഴിഞ്ഞത്. ഇതിനെപ്പറ്റി അറിയാത്ത ഈ പരിസരത്തില്ലാത്ത ചിലരുടെ പോസ്റ്റൽ വീഡിയോ ഒക്കെ കാര്യമായിട്ട് ഇങ്ങനെ കാണാൻ കഴിഞ്ഞത്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഡോക്ടർ ഐഷ മുഹമ്മദുമായിട്ടുള്ള വിഷയത്തിൽ ഇപ്പോൾ അലിയുടെ കുടുംബത്തിൽ നിന്നൊരു ഞെട്ടിക്കുന്നൊരു വോയിസ് പുറത്തു വന്നിട്ടുണ്ട്. ഞാനിവിടെ വെച്ച് തരാം. അപ്പം നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അത് കേൾക്കണം. വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് എന്താണ് ശരി, നിങ്ങൾക്ക് എന്താണ് തെറ്റ്, ആ ഒരു വോയിസ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഞാനിത് വെക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടാണ് വീണ്ടും ഐഷ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. അതിനകത്ത് പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. ഇവിടെ നിന്നാണ് തുടക്കം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം അതിനുശേഷം ഞാനിട്ടൊരു വീഡിയോക്കകത്ത് അതിനുശേഷം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. അതിലൊരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടുപേരുടെയും ഭാഗം കേൾക്കാതെ ഒരാൾ മാത്രം എങ്ങനെ ശരിയെന്ന് നിനക്ക് സംസാരിക്കാൻ നീ എങ്ങനെ ശരി വയ്ക്കുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ ആളുകൾ കമൻറ്റ് ഇടും. ശരിയാണ്, അതൊരു കാര്യം ശരിയാണ്. പക്ഷേ നമ്മൾ കണ്ടതും അറിഞ്ഞതും വെച്ച് മനസ്സിലാക്കിയതും വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ സംസാരിച്ചത്. അപ്പം ഈ ഓഡിയോയ്ക്കകത്തും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം എന്ത് നോക്കിയാലും രണ്ടുപേരുടെ ഭാഗത്തും ശരിയും തെറ്റും കാണും, ഇല്ലെന്നല്ല. പക്ഷെ ഞാൻ സംസാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് സ്ത്രീകൾ ഇതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയുള്ള വിഷയത്തിൽ അനുഭവിക്കുന്നുണ്ട്. ഞാനിട്ട വീഡിയോസിനകത്ത് ഒരുപാട് സ്ത്രീകൾ എനിക്കും ഇങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാനും ഐഷയെ സപ്പോർട്ട് ചെയ്തത്. ഇപ്പോഴും സപ്പോർട്ടൊന്നും ഇല്ലെന്നല്ല, ഇപ്പോഴും സപ്പോർട്ടാണ്. ഐഷയുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ ഐഷയ്ക്ക് നീതി കിട്ടുക തന്നെ വേണം ഈ ഒരു വിഷയത്തിനകത്ത്. അതല്ല അലിയുടെ ഭാഗത്താണ് ശരിയെങ്കിൽ അലിക്കും നീതി കിട്ടണം. എനിക്കിവിടെ ഒരു കാര്യം പറയാനുള്ളൂ. അലി എടുത്ത് അവരെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പൈസയോ എന്തെങ്കിലും സ്വർണ്ണം എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്തിട്ട് ആ ഒരു നിയമപരമായിട്ട് ബന്ധം ഒഴിഞ്ഞ് ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കളയുക. ഇതിപ്പോൾ അലിക്ക് ഇപ്പം ഈ ഒരു കേസ് കോടതി കിടക്കുന്ന കേസാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് കോടതി നിന്നൊക്കെ ഈ ഒരു കേസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കൊന്ന് ആലോചിച്ച് നോക്കി, രണ്ടുപേരും മൂക്കിൽ പല്ലും കിളിച്ച് രണ്ടുപേരും രണ്ട് വഴിക്കാവും. അപ്പോൾ അതുവരെ ഐഷ ഇങ്ങനെ പോരാടണോ? ഞാനും അതാണ് പറയുന്നത്. ഐഷയുടെ ഭാഗത്തുനിന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അവരെന്താണ് ആവശ്യപ്പെടുന്നത്, അവരിൽ നിന്ന് മേടിച്ചിട്ടുള്ള പൈസയോ സ്വർണ്ണോ പണ്ടോ മടലോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ. പിന്നെ അവർ നിങ്ങളെ തേടി വരത്തില്ല. അതാണ് ഞാനിവിടെ പറയുന്നത്. വീണ്ടും പറയണം, അലിയെ കുറ്റപ്പെടുത്തുമല്ല ഐഷയും കുറ്റപ്പെടുത്തുമല്ല. രണ്ടുപേരുടെ ഭാഗത്തും ശരിയും കാണും തെറ്റും കാണും. ഓക്കെ, എന്തായാലും ഞാനിവിടെ ഒരു ഓഡിയോ വെച്ച് തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ വീഡിയോ എല്ലാവരിലേക്ക് എത്തത്തുള്ളൂ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ചാനലും കൂടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, സപ്പോർട്ടും കൂടെ ചെയ്യണം. അപ്പം ഞാനിവിടെ ഒരു ഓഡിയോ വെച്ച് തരാം. അലിയുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബത്തിലുള്ള ഒരാൾ ഇട്ടൊരു വോയിസാണ് ഞാനിവിടെ വെക്കുന്നത്. നിങ്ങളത് കേട്ടിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് പറയണം. പിന്നെ ഈ ഐഷ മുഹമ്മദുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഇതെൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. ഇനി ഞാൻ അങ്ങോട്ടൊരു വീഡിയോ ചെയ്യുന്നില്ല. കാരണം അലിയുടെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങളും ഇപ്പം ഈ ഓഡിയോയിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ ഈ ഒരു വീഡിയോ കൂടെ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറേ ആളുകൾ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് നീ ഇങ്ങനെ സംസാരിക്കല്ലേ എന്നൊക്കെ സംസാരിച്ചുകൊണ്ടാണ് ഈ ഒരു ഓഡിയോ കൂടെ ഞാൻ വെക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കേട്ട് നോക്കേ. പ്രിയപ്പെട്ടവരെ, പലരും വാട്സപ്പിലും മറ്റൊക്കെ കോൺടാക്ട് ചെയ്തിരുന്നു. ഇങ്ങനെ ചില ന്യൂസും വീഡിയോസൊക്കെ കാണുന്നുണ്ടല്ലോ, എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് ചോദിച്ചിട്ട്. സത്യം പറഞ്ഞാൽ ഇത് നേരത്തെ തന്നെ ശ്രദ്ധപ്പെട്ടിരുന്നെങ്കിലും രണ്ടാളുകൾ തമ്മിലുള്ള റിലേഷനുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് അതിൽ നമ്മളെ പേഴ്സണൽ ഒപ്പീനിയൻ പബ്ലിക്കിൽ പറയേണ്ടതില്ലല്ലോ എന്നും അതിന് കക്ഷി ചേരേണ്ട ആവശ്യമില്ലെന്നും കരുതിയിട്ടാണ് മാറി നിന്നിരുന്നത്. പക്ഷേ ഇന്ന് ഈ രണ്ടാളുകൾ തമ്മിലുള്ള ഇഷ്യൂ എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഇതൊരു കുടുംബത്തെ മൊത്തത്തിൽ താറടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് തോന്നിയുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വിശദീകരണം നൽകാൻ നിർബന്ധിതനായത്. ഞാൻ ഈ വിഷയത്തെ ഇങ്ങനെ ചുരുക്കി പറയാൻ ഉദ്ദേശിക്കുകയാണ്. രണ്ട് പേര് പ്രണയിച്ച് വിവാഹം കഴിക്കാൻ തീരുമാനിച്ച് ആ വിവാഹത്തെ ഭർത്താവിൻ്റെ പിതാവ് ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഒരുപക്ഷെ മൂപ്പരുടെ കാഴ്ചപ്പാടിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു ബന്ധം എന്നുള്ള നിലക്കാവണം ആ കല്യാണത്തെ അദ്ദേഹം ബഹിഷ്കരിക്കുന്നത്. എന്ന് മാത്രമല്ല, കല്യാണശേഷം അവരെ തൻ്റെ വീട്ടിലേക്ക് ഒരിക്കൽ പോലും കയറ്റാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. എന്ന് വെച്ചാൽ ആ കല്യാണത്തിൻ്റെ ശേഷം തൻ്റെ മകനോടോ മകൻ്റെ ഭാര്യയോടോ അദ്ദേഹത്തിന് യാതൊരു ബന്ധമില്ലെന്നർത്ഥം. ഇവരാകട്ടെ ഉപ്പാൻ്റെ കുടുംബത്തിൽ നിന്നൊക്കെ അകന്ന് അവരുടേതായ ലോകത്ത് ഒരുമിച്ച് അങ്ങനെ ഒരുപാട് കാലം ജീവിക്കണം. വർഷങ്ങൾ കഴിഞ്ഞ്
ഒരു കുട്ടിയൊക്കെ ആയതിനു ശേഷം സ്വാഭാവികമായും ഇന്ന് നമ്മൾ പലയിടത്തും കാണുന്ന പോലെ ഇവരുടെ ദാമ്പത്യ ബന്ധത്തിലും ചില പ്രശ്നങ്ങളൊക്കെ വന്നു. അങ്ങനെ അവർ ലീഗലി ഡിവോഴ്സ് ചെയ്തില്ലെങ്കിലും കുറേ കാലം പിരിഞ്ഞാണ് ജീവിക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 6 വർഷത്തോളം അവർ സെപ്പറേറ്റഡാണ് ജീവിക്കുന്നത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട കേസുകളും മറ്റൊക്കെ ആയിട്ട് ഈ വിഷയം ഇങ്ങനെ പരിഹരിക്കപ്പെടാതെ ഒരു വഴിക്ക് നീണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഒരു പക്ഷേ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് താമസിക്കാൻ കഴിയാത്തതുകൊണ്ടോ മറ്റോ ഏതായാലും അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കണം, അദ്ദേഹത്തിൻ്റെ താല്പര്യമാണല്ലോ, തൻ്റെ മതത്തിലും രാജ്യത്തിൻ്റെ നിയമത്തിനും അനുസൃതമായ രീതിയിൽ മറ്റൊരു വിവാഹം ചെയ്യണം. ഇനി ആർക്കെങ്കിലും ഈ വിവാഹം മതത്തിൻ്റെ പരിധിയിലും രാജ്യത്തിൻ്റെ നിയമത്തിന് അനുസൃതമായിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു തെറ്റ് പ്രായപൂർത്തിയായ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ തെറ്റിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം ആ വ്യക്തിയിൽ മാത്രം നിക്ഷിപ്തമാകേണ്ടേ? ഞാൻ സാന്ദർഭികമായിട്ട് ചോദിച്ചു എന്ന് മാത്രം. ഏതായാലും ഈ വിവാഹം കഴിഞ്ഞ് അധികമായില്ല. ആദ്യ ഭാര്യ ഒരു പക്ഷേ ഈ വിവാഹം അവർ ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല, അല്ലെങ്കിൽ അതിൻ്റെ സമ്മർദ്ദം കൊണ്ടോ മറ്റോ കുറച്ച് ആളുകളൊക്കെ കൂട്ടിയിട്ട് ഭർത്താവിൻ്റെ പിതാവിൻ്റെ വീട്ടിൽ വന്ന് അവരുടെ ഭാഷ തന്നെ പറഞ്ഞാൽ കുത്തിയിരിപ്പ് സമരം തുടങ്ങുകയാണ്. ഏത് വീട്ടിലാണെന്ന് ഓർക്കണേ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒരിക്കൽ പോലും കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർ താമസിച്ചിട്ടില്ലാത്ത ഭർത്താവിൻ്റെ പിതാവിൻ്റെ വീട്ടിൽ വന്നിട്ട് ആണ് ഈ സമരം നടത്തുന്നത്. ഇത് ഒരു ദിവസമല്ല, ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരൊറ്റക്കല്ല വരുന്നത്, കുറച്ച് ആളുകളൊക്കെ കൂട്ടിയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും സഹിക്കാൻ വയ്യാണ്ട് വീട്ടുകാരെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളൊന്നുമില്ല. അവിടെ സ്ഥിരതാമസമുള്ളത് ഈ ഭർത്താവിൻ്റെ ഉമ്മ മാത്രമാണ്. പിന്നെ വളരെ അപൂർവമായിട്ട് തന്നെ അവിടെ ഉപ്പയും സഹോദരങ്ങളൊക്കെ അവിടെ ഉണ്ടാവാറുള്ളൂ. ഏതായാലും അവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഈ പ്രതിഷേധിക്കുന്ന സ്ത്രീയായിട്ട് അവർക്ക് യാതൊരു ബന്ധവും ഇല്ലാത്തതുകൊണ്ട്, ഇതിന് ഉത്തരം പറയേണ്ട ബാധ്യത അവരുടേതല്ലാത്തതുകൊണ്ടും അവരുടെ ശാരീരിക ക്ഷമത ഈ പ്രായാധിക്യം ഉള്ളത് കൊണ്ടൊക്കെ അവരോട് തർക്കിക്കാനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ട് അവരെ വീട് വിട്ട് അവരവരുടെ പണിക്ക് പോയി. അതിനുശേഷം ഗേറ്റിന് പുറത്തായി പ്രതിഷേധം, ഫ്ലക്സൊക്കെ വെച്ച് 4 ആളെ കാണിക്കണം എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കണം. ഇങ്ങനെ ചെയ്യുന്നൊരു വീഡിയോയും മറ്റും കണ്ടിട്ടാണ് പല നന്മമരങ്ങളും ഇതിൻ്റെ പിന്നിൽ കൂടാൻ തുടങ്ങുന്നത്. എന്താണ് വസ്തുത എന്ന് പോലും അറിയാതെ ഇവർ ഇത്രയും കാലം ഈ വീട്ടിലാണ് താമസിച്ചിരുന്നത്, ഇന്നലെയാണ് ഇവരെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിൽ പൊതുമധ്യത്തിലൊരു കുടുംബത്തെ മൊത്തം താറടിച്ച് ചിത്രീകരിക്കണം. സ്വന്തം മരുമക്കളെയും കുട്ടികളൊക്കെ ആട്ടി പുറത്താക്കിയ മനുഷ്യത്തില്ലാത്ത കുടുംബം എന്നൊക്കെയാണ് വാട്സപ്പ് ടെക്സ്റ്റ് മറ്റൊക്കെ ഇന്നലെ വായിക്കാൻ കഴിഞ്ഞത്. ഇതിനെപ്പറ്റി അറിയാത്ത ഈ പരിസരത്ത് ഇല്ലാത്ത ചിലരുടെ പോസ്റ്റുകൾ വീഡിയോ ഒക്കെയാണ് കാര്യമായിട്ട് ഇങ്ങനെ കാണാൻ കഴിഞ്ഞത്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർ കാണുന്നത് നമ്മുടെ നാട്ടിൽ പതിവ് പോലെ കല്യാണശേഷം ഭർത്താവിൻ്റെ വീട്ടിൽ സ്ഥിരതാമസമുള്ള ഒരു സ്ത്രീ അവരെ തൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ പേരിൽ ആ വീടിൻ്റെ മുമ്പിൽ ഫ്ലക്സൊക്കെ വെച്ച് സമരം ചെയ്യേണ്ടി വരുന്നൊരു ഗതികേടിനെ പറ്റി നമ്മളായാലും അങ്ങനെ ഒരു വീഡിയോ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്ത്രീയുടെ അവസ്ഥ കണ്ട് അങ്ങനെ തന്നെയാണ് സ്വാഭാവികം പ്രതികരിക്കുക. അവർക്ക് ഈ വിഷയം ആ ഒരൊറ്റ ആംഗിളിൽ നിന്ന് മാത്രമേ അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. അവരുടെ ആ ഒരു പരിമിതി, ലിമിറ്റേഷൻ നമുക്ക് മനസ്സിലാക്കാം. അവരോട് പറയാനുള്ളത്, അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ ഒരു വശം മാത്രം കേട്ട് തീർപ്പിലെത്താതെ, ഏതൊരു വിഷയത്തിനൊരു മറുവശം ഉണ്ടാവുമല്ലോ, അതിൻ്റെ മറുവശം കൂടെ കേൾക്കാൻ സ്വല്പം സാവകാശം കാണിക്കണമെന്ന് മാത്രം അപേക്ഷിക്കാനുള്ളൂ. ഇതാണ് നമ്മളെ പോയിന്റ്. അല്ലാതെ 2 ആളുകൾ തമ്മിലുള്ള ഒരു പ്രശ്നം അതിൽ അഭിപ്രായം പറയാൻ നമ്മൾ ആളല്ലല്ലോ. അതുപോലെ ഈ പറയുന്ന ഭർത്താവിനെ ന്യായീകരിക്കേണ്ട ഗതികേട് നമുക്കില്ല. എന്ന് മാത്രമല്ല, ഈ വിഷയത്തിൽ ആ ലേഡി പറയുന്ന കാര്യങ്ങൾ, അവരുടെ ഗോൾഡ് തിരിച്ചു കിട്ടണം, കുട്ടിയുടെ ചെലവിന് കിട്ടണം, മറ്റു കോമ്പൻസേഷന് പോലുള്ള കാര്യങ്ങളിൽ അവരുടെ ഭാഗത്താണ് ശരിയെങ്കിൽ 100% അവരുടെ ഒപ്പം തന്നെ നിൽക്കാൻ ഒരു മടിയില്ലല്ലോ. അതിനൊക്കെ അപ്പുറം ഇത്ര കാലം അവർ സ്നേഹിച്ചിരുന്ന 6 വർഷത്തിൻ്റെ ഒരു ഗ്യാപ്പ് വന്ന് എങ്കിൽ പോലും അവർ മുമ്പ് പ്രേമിച്ച് കല്യാണം കഴിച്ചിരുന്ന ആളുകൾ തമ്മിൽ പിന്നീട് അത് വേറൊരു ആളുടെ ഒപ്പം താമസിക്കുന്നത് കണ്ടിട്ടുള്ള സമ്മർദ്ദവും മറ്റൊക്കെ ആണെങ്കിൽ അവരുടെ മാനസികമായി അവരെ തളർന്ന അവസ്ഥയെ പരിപൂർണ്ണത്തിൽ നമ്മൾ ഉൾക്കൊള്ളുകയാണ്. അവരുടെ വാദങ്ങൾ ശരിയാണെങ്കിൽ അവർക്ക് കുറച്ചും സഹായം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് പറ്റൂ. അത് പരിഗണിക്കപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്. പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് സ്വീകരിച്ച മാർഗവും അത് ഏറ്റെടുക്കുന്നവരുടെ ഉദ്ദേശശുദ്ധിയും തീർത്തും നിഷ്കളങ്കമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വിശദീകരണം ചെയ്യേണ്ടി വന്നത്. അല്ലാതെ 2 ആളുകൾ തമ്മിലൊരു വിഷയത്തിൽ കക്ഷി ചേരേണ്ട ആവശ്യം നമുക്ക് ആർക്കും ഇല്ലല്ലോ. അതിനിവിടെ നമ്മുടെ രാജ്യത്ത് നിയമവ്യവസ്ഥ ഒക്കെ ഉണ്ടല്ലോ. അത് അതിൻ്റെ വഴിക്കല്ല പോകേണ്ടത്. ആരെങ്കിലും തെറ്റുകാരാണെങ്കിൽ ആ തെറ്റിനെ തിരുത്താനും അതിനനുസൃതമായിട്ട് അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കാനും ഈ രാജ്യത്തിൻ്റെ നിയമം മതിയാകുന്നതാണല്ലോ. ആ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥതയോട് പരിപൂർണമായി വിശ്വസിക്കുന്ന ഒരു പൗരൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ കേസിൻ്റെ അന്തിമ തീരുമാനം വരുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ളതാണല്ലോ. ആ അന്തിമ വിധി വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയൊരു നാടകമായിട്ട് 4 ആളുകൾ മുമ്പിൽ ഈ കുടുംബത്തെ അവഹേളിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മാത്രമായിട്ടല്ലേ നമുക്കിതിനെ കാണാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മളെ വിഷയം. ഇവരായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകൾ ഇവരുടെ കാര്യങ്ങൾക്ക് ഉത്തരം പറയണമെന്നും
ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു പറയുന്നതിൻ്റെ യുക്തി എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരിക്കലും പോലും അവർ ആ വീട്ടിൽ താമസിച്ചിട്ടില്ല. ഈ വീടിൻ്റെ ഉടമസ്ഥനായ ഭർത്താവിൻ്റെ പിതാവിൻ്റെ സമ്മതത്തോടു കൂടി അവർക്ക് ആ പടി പോലും ചവിട്ടാൻ പറ്റില്ല. അത്രത്തോളം അവരെതിർക്കുന്ന ആ വീടിൻ്റെ മുമ്പിൽ വന്നിട്ട് തന്നെ സമരം ചെയ്യുന്നതിൻ്റെ ലോജിക്ക് എന്താണ്? ഒരിക്കൽ പോലും കയറിയിട്ടില്ലാത്ത വീട്ടിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്നതിൻ്റെ വാസ്തവം എന്താണ്? ഇത് നമ്മൾ പണ്ട് പറയലുണ്ടല്ലോ, എഴുതാത്ത പരീക്ഷയിൽ ജയിച്ചില്ല എന്ന് പറയുന്നത് കരയുന്ന ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയിൽ നമുക്ക് ഈ വിഷയം കാണാൻ പറ്റില്ല. ഇതിൻ്റെ പിന്നിലെ അജണ്ട അത് മാത്രമാണ് ചോദ്യം ചെയ്യുന്നത്. ഇതിൽ ഈ വീട്ടുകാർക്ക് യാതൊരു പങ്കില്ലാത്തത് കൊണ്ട് തന്നെ പ്രായപൂർത്തിയായ ഒരാളിൽ ഉണ്ടായിട്ടുള്ള തെറ്റ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ തെറ്റിന് ആ വ്യക്തിയിൽ മാത്രമാണ് അതിൻ്റെ ഉത്തരവാദിത്തം കിടക്കുന്നത്. അപ്പോൾ അതിൽ യാതൊരു ബന്ധമില്ലാത്ത ആളുകളുടെ വീടിൻ്റെ മുമ്പിൽ വന്നിട്ട് സമരം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ത്? അത് മാത്രമാണ് ചോദിക്കുന്നത്. ഏതായാലും റിയല് കാണുന്നതല്ല റിയല് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു. ഓക്കെ, കേട്ടല്ലോ. അപ്പോൾ അലിയുടെ കുടുംബത്തിൽ നിന്നുള്ള കുറച്ച് വിവരങ്ങളാണ് ഇപ്പം കുടുംബത്തിലുള്ള ആൾ പറഞ്ഞത്. അപ്പം ആയിഷയെ നമ്മൾ സപ്പോർട്ട് ചെയ്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ത്രീ ഒരു കുട്ടിയും കൊണ്ട് ആരും സപ്പോർട്ട് ചെയ്യാനില്ലാതെ, അവിടുത്തെ മഹലും നാട്ടുകാരും വീട്ടുകാരും ആരും സപ്പോർട്ട് ചെയ്യാനില്ലാതെ ഈ പറഞ്ഞ ഒരു സമരം നടു റോഡിൽ വന്നിട്ട് ഒരു വീട്ടിന് മുമ്പിൽ വന്നിട്ട് കെട്ടിയവൻ്റെ വീട്ടിന് മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ സമരം ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ സമൂഹം അവരെ സപ്പോർട്ട് ചെയ്യും, ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യും. അതേ എല്ലാവരും ചെയ്തോളൂ. അപ്പം ആയിഷയുടെ ഭാഗത്ത് ന്യായമുണ്ട്, സത്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് നീതി കിട്ടണമെന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതല്ല, അലിയുടെ ഭാഗത്തും ശരിയുണ്ടെങ്കിൽ അലിക്കും നീതി കിട്ടണം. പിന്നെ ഇതിനകത്ത് നീതിയോ ധർമ്മമോ ഒന്നുമല്ല. ഇതിനകത്ത് മെയിൻ വിഷയം എന്ന് വെച്ചാൽ അവർ കൊടുത്തിട്ടുള്ള പൈസയും സ്വർണ്ണമൊക്കെ തിരിച്ചു തന്നാൽ ഞാൻ എങ്ങോട്ടും പോയിക്കോളാം, നിങ്ങളെ മുമ്പിൽ ഇനി വരത്തില്ല എന്നാണ് അവർ എല്ലാ മീഡിയസിനകത്തും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അടുത്തൊരു ആയിട്ട് പിന്നെ വരാം.